വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ 2026 ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഹോസ്റ്റലിൽ എത്തിയിട്ടുള്ള ഒരുപാട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. വീട്ടിലാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സൺലൈറ്റൊക്കെ ആയിട്ട് കളിച്ചു. പിന്നെ ആ ഒരു ടൈമിൽ ഞാനൊരു നല്ല ബട്ടർഫ്ലൈ പൂമ്പാറ്റ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കുമ്പോഴത്തേക്കും അത് പറന്ന് പോയിട്ടോ. അപ്പോൾ വീട്ടുകാർ പോയപ്പോൾ അത്യാവശ്യം പണി തന്നിട്ടാണ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ അവിടെ അടക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടക്ക പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനുള്ള പണി തന്നിട്ടാണ് വീട്ടുകാർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഉണങ്ങിയതൊക്കെ വീട്ടുകാർ ഉണക്കാൻ വേണ്ടി മുറ്റത്തിട്ട് പോയതായിരുന്നു. ഞാൻ പച്ചയൊക്കെ പെറുക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടു. അത്യാവശ്യം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷീറ്റ് ഉണ്ടായിരുന്നു ഉണക്കാനും, അതും നമ്മൾ വിരിച്ചിട്ടു കേട്ടോ. അതും അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ അതും വിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള അടക്കി നമ്മൾ എടുത്തു വെച്ചു. പിന്നെ കരിക്കെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ നമ്മൾ അടക്ക പറിച്ചപ്പോൾ കുറച്ച് മാങ്ങ ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു സാധനം മാത്രം മതിയിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ വേറൊന്നും വേണമെന്നില്ല. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അതും ചോറ് മാത്രം കിട്ടിയാൽ മതി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നലത്തെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം ക്ഷീണിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെള്ളിയാഴ്ച നമുക്ക് 2 എക്സാമാണ്. അപ്പോൾ ആ 2 എക്സാമും കഴിഞ്ഞ് ട്രാവലിങ് കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി. കുറച്ച് വൈകിയായിരുന്നു വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ ഇങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ അടക്ക പെറുക്കി വയ്ക്കുക, ഷീറ്റ് ഉണക്കുക, അതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ്. അതിനുശേഷം ഇതാ നമ്മൾ കുന അരിഞ്ഞ മാങ്ങയിലോട്ട് ഉപ്പും മുളകും വിനാഗിരി ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊരു മുട്ടയും കൂടി പൊരിക്കാന്നുള്ളത്. ഇത് മുട്ട പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാൻ എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് വീണതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. ഓംപ്ലേറ്റ് അല്ല, എനിക്ക് ഓംപ്ലേറ്റിനെക്കാട്ടിലും ഇഷ്ടം മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കണത് തന്നെയാണ്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ചോറ് വറക്കുന്നതാണ്. നമ്മുടെ അടുപ്പ് വരുന്നത് പുറത്താണ് കേട്ടോ. അപ്പോൾ ചോറ് വെക്കാനും അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാതും പുറത്ത് അടുപ്പിലാണ് ഉണ്ടാക്കുക. ബട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ മിക്കതും ഗ്യാസുമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ പുറത്താണെന്നുണ്ടെങ്കിൽ രാവിലെ ചോറ് വറുത്തപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെന്നോട് ക്ലീൻ ചെയ്തിടാൻ പറഞ്ഞതായിരുന്നു. ആ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പണിയും വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു, ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല കാറ്റ് കിട്ടണോണ്ട് വെയിലും കിട്ടണോണ്ട് നന്നായിട്ട് ഉണങ്ങി ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അത് പോകുന്നില്ല. ഞാൻ അത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകണം. അപ്പോൾ ഞാൻ അതിലോട്ട് എന്തായാലും നിന്നില്ല, ജസ്റ്റ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടും രാവിലെ ഉള്ള പൊടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ട പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയിടാമല്ലോ, പിന്നെ നാളെ രാവിലെ അല്ലേ ഫുഡ് ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഓലക്കൊടിയൊക്കെ വെച്ചു. ഞങ്ങളുടെ ഇവിടെ ഓലക്കൊടി എന്നാണ് പറയുക. ഈ പട്ടയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഓലക്കൊടി എന്നാണ് പറയുക. മണ്ണെണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ ഞങ്ങൾ അടുപ്പ് കത്തിക്കുക. കാരണം മണ്ണെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ ഒരു നല്ല കത്തണ വിറകും ഓലക്കൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി കത്തിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അടുപ്പ് നന്നായിട്ട് കത്തും ആ ഒരു ടൈം എന്ന് വെച്ചാൽ മണ്ണെണ്ണ ഒഴിക്കാതെ തന്നെ നന്നായിട്ട് കത്തും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ എൻ്റെ മുട്ട സത്യം പറഞ്ഞാൽ കരിഞ്ഞു പോയിട്ട് അത്രയും ഞാൻ അത്രയും കത്തിക്കേണ്ട ആവശ്യമില്ല. ബട്ട് അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. പിന്നെ രണ്ടും കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പുറത്ത് ട്രൈപ്പോഡൊന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദെൻ അതിന് ശേഷം ചോറ് കഴിക്കാൻ പോയി. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടാണ് ഞാൻ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ചോറും അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയായിട്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് അമ്മ ഇത് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അമ്മയ്ക്ക് അറിയാം, കാരണം ഇത് മാത്രം മതി എനിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ ഇതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതിൻ്റെ സങ്കടമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ലഞ്ച് അത്രയും ലക്ഷ്യതയായിട്ടാണ് എൻ്റെ ഭാഷയിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ
ഈ ഒരു കറിയുടെ പേര് സത്യം പറഞ്ഞാൽ വേറെ എന്തോ ആണ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ വന്ന് എപ്പോഴും കഴിക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത്. എന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ച് ടി വി കണ്ടുകൊണ്ട് ലഞ്ച് കഴിക്കുന്ന ഒട്ടും ശരിയല്ല എന്ന് എനിക്കറിയാം, ഒട്ടും നല്ല ശീലമല്ല എന്നറിയാം. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചില സമയങ്ങളിലൊക്കെ ടി വി കണ്ടിട്ട്, ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ടി വി കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. നമ്മളെടുത്ത പാത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി വെച്ചു. പിന്നെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങി, എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കി കേട്ടോ. പിന്നെ പുറത്ത് വന്നു, നമ്മുടെ പശുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിന് വെള്ളമൊക്കെ കൊടുത്തു. ദെൻ കുറച്ച് നേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു 4-4:30 ആയിട്ടും നല്ല വെയിലാണ് കേട്ടോ. വെയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവർ വരുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റിങ്ങിലോട്ട് ഇരുന്നിട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ മീൻ വറുത്തതും പിന്നെ ഒരു കറിയും കൂനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂനിൻ്റെ തോരനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.